നിങ്ങൾ എത്ര വികസനം ചർച്ച ചെയ്യാതെ സൂക്ഷിച്ചാലും, എത്ര സംരക്ഷിച്ചാലും, അതിനുവേണ്ടി എത്ര ഗൂഢാലോചന നടത്തിയാലും ജനങ്ങൾ ഈ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കണ്ടു മനസ്സിലാക്കി അത് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. ദേശീയപാത കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി തന്നെ പത്രസമ്മേളനം നടത്തി ഉപേക്ഷിച്ച് അതുപോലെ തന്നെ വയൽക്കിളികളുടെ സമരം, കീഴാറ്റൂർ സമരം, നെഞ്ചത്ത് ഗ്യാസ് കുറ്റികെട്ടി വെച്ച് സമരം, റോട്ടിൽ നിസ്കാരപ്പായ വിരിച്ചുള്ള സമരം, എത്രയോ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അടക്കമുള്ള ഊർജ്ജ പദ്ധതികളും ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചു പോയതല്ലേ? 55,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയതും, ആരോഗ്യരംഗത്ത് നിങ്ങൾക്കറിയാം 7 അവയവങ്ങൾ മാറ്റിവെച്ച ഏറ്റവും മികച്ച ശസ്ത്രക്രിയ നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സർക്കാർ ആശുപത്രിയായി ഈ എറണാകുളം ജനറൽ ആശുപത്രി മാറുമ്പോൾ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കാണ് കഴിയുക? ഇത് കേട്ടില്ലെന്ന് നടിക്കാൻ ആർക്കാണ് കഴിയുക? അതിദരിദ്ര സർവേ നടത്തി പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി ഈ കേരളം മാറിയില്ലേ? ലോകത്ത് ചൈനയ്ക്ക് ശേഷം അത്തരത്തിൽ പ്രഖ്യാപനം നടത്താൻ കഴിയുന്ന ഒരു പ്രദേശമായി ഈ കേരളം മാറിയില്ലേ? ഇതിന്റെ ഭാഗമായി എത്രയോ ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഓരോ മണിക്കൂറിലും വിതരണം ചെയ്ത വീടുകളുടെ കണക്ക് വരുന്നു. ഓരോ മണിക്കൂറിലും വിതരണം ചെയ്യുന്ന പട്ടയത്തിന്റെ കണക്ക് വരുന്നു. ഓരോ മണിക്കൂറിലും കിട്ടുന്ന സർക്കാർ നിയമനങ്ങളുടെ പട്ടിക പുറത്തു വരുന്നു. ഇന്ത്യയിൽ നടക്കുന്ന സർക്കാർ നിയമനങ്ങളുടെ പകുതിയിലധികം ഈ കൊച്ചു കേരളത്തിലാണ്. ഇതെങ്ങനെയാണ് നമുക്ക് കാണാതിരിക്കാൻ കഴിയുക, കേൾക്കാതിരിക്കാൻ കഴിയുക? പല അപവാദങ്ങളും നുണപ്രചരണങ്ങളും ഉണ്ട്. ആ നുണപ്രചരണങ്ങൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗിച്ചുകൊണ്ട്, കോർപ്പറേറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് 2-3 ദിവസം ലൈവ് ചർച്ചയാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടില്ല, കേട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ ഭൂപതിവ് പട്ടയം ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. അവർക്ക് കൃഷി ആവശ്യത്തിനും വീട് വെക്കാനും മാത്രമേ അവരുടെ ഭൂമി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭ പാസാക്കിയ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി എത്ര വലിയ സൗകര്യങ്ങളാണ് ഇടുക്കിയിലെ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വന്യജീവി ആക്രമണം, ആ വന്യജീവി ആക്രമണം, കേന്ദ്ര നയം, നിയമം എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പാകത്തിന് ഈ കേരളത്തിന്റെ നിയമസഭ നിയമം പാസാക്കി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കേന്ദ്രത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. 5 സെന്റ് സ്ഥലത്ത് ഒരു കടമെടുത്ത് വീട് വെച്ചു, അവസാനം ജപ്തിയായി, കിടപ്പാടം നഷ്ടപ്പെടുന്നു. ഒരാൾക്ക് പോലും കിടപ്പാടം നഷ്ടപ്പെടില്ല എന്ന് നിയമം കേരളത്തിന്റെ നിയമസഭ പാസാക്കി ജപ്തിയില്ലാത്ത നാടാക്കി നമ്മുടെ നാടിനെ മാറ്റിയിരിക്കുക. ഇന്ന് മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ സംഘങ്ങൾ ആ സ്പോട്ടിൽ തന്നെ പണം വിതരണം ചെയ്യുന്ന തരത്തിലേക്കുള്ള തീരുമാനമെടുക്കുന്നു. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ ഗവൺമെന്റിന്റെ കരുതൽ, ശ്രദ്ധ എത്തിച്ചേരുകയാണ്. 64 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, 34 ലക്ഷം വീട്ടമ്മമാർക്ക് പ്രത്യേക കരുതൽ പെൻഷനായി വിതരണം ചെയ്യുന്നു. 5 ലക്ഷം യുവജനങ്ങൾക്ക് കണക്ട് ടു വർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നു, സ്റ്റൈഫൻഡ് കൊടുക്കുന്നു. ആകെയുള്ള ജനസംഖ്യ 3.5 കോടി, 18 വയസ്സിന് മുകളിലുള്ള ജനസംഖ്യ 2.25 കോടി. അതിൽ 1,05,00,000 പേർ ഈ ഗവൺമെന്റിന്റെ കരുതൽ, ശ്രദ്ധ ഇത്തരത്തിൽ വരികയാണ്. ഏത് നാടുണ്ട് ഇങ്ങനെ? ഏത് നാടുണ്ട് ഇത്തരത്തിലുള്ള പരിഗണന സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക് കൊടുക്കുന്ന നാട്? എല്ലാ വിഭാഗം ജനങ്ങളെയും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നുണപ്രചരണങ്ങളെയും വ്യാജ വാർത്തകളെയും ചെറുത്തു തോൽപ്പിക്കാൻ ജനങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്. ഞങ്ങളുടെ PR ജനങ്ങളാണ്. അവരെ കേൾക്കും, അവരായിട്ട് സംവദിക്കും. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങളുടെ കുറവാണോ, ഞങ്ങൾ അത് അഡ്മിറ്റ് ചെയ്യും, അത് പരിഹരിക്കും. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ജനങ്ങൾക്കൊപ്പം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ മീൻ പോലെയാണ്. അത് കരയിൽ കിടന്നാൽ പിടച്ചു മരിച്ചു പോകും. അതുകൊണ്ട് ഇനി ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നല്ല, ഞങ്ങൾ എന്നും ജനങ്ങൾക്കിടയിൽ തന്നെയാണ്. ഞങ്ങൾക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാനും ഞങ്ങളുടെ വഴി നിശ്ചയിക്കാനും PR ഏജൻസി വേണ്ട, ഒരു CEO വേണ്ട, ഒരു കനകോല് വേണ്ട. ഞങ്ങളുടെ വഴി നിശ്ചയിച്ചു തരുന്നതും നിർണയിച്ചു തരുന്നതും ആ വഴി തെളിച്ചു തരുന്നതും ജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഭരണ തുടർച്ചയും വൻ മുന്നേറ്റവും കേരളത്തിൽ സൃഷ്ടിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല.